കുഴൽനാടനൊന്നും മറുപടി അർഹിക്കുന്ന ഒരാളല്ല. ഒറ്റ വാചകത്തിൽ തീർക്കാം. പക്ഷേ ദുരന്ത നിവാരണ വകുപ്പിനെ കൂടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഓരോ ദിവസവും അദ്ദേഹം ആരോപിക്കുന്ന ആരോപണങ്ങൾ അന്ന് വൈകുന്നേരം എത്തുന്നില്ല മരണത്തിന്. അതുകൊണ്ട് രാജീവ് പറഞ്ഞതിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അനാവശ്യമായിട്ടുള്ള വാദമുഖങ്ങൾക്ക് മുഖം കൊടുക്കാനല്ല ഞങ്ങൾക്ക് താല്പര്യം. കേരളത്തിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളിലും നവകേരളത്തിന്റെ സൃഷ്ടിയിലുമാണ്. അത് ദുരന്ത നിവാരണത്തിന്റെ പേരിൽ CMRL ഒരു വഴിവിട്ട ആനുകൂല്യവും കൊടുക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തുറന്ന പുസ്തകമാണ്. അതിൽ ഇത്തരം ആളുകൾ നടത്തുന്ന വഴിവിട്ട ജൽപ്പനങ്ങളെ കുറിച്ച് ഒരു പ്രതികരണം അർഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ശരി. GST അടച്ചോ വലിയ ചോദ്യമായിരുന്നല്ലോ. അവസാനം അയാൾ മാപ്പ് പറഞ്ഞോ? എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇതുള്ള ആളല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നുവെച്ചാൽ അറിയാതെ വന്ന് ബിസിനസ്സുകാർ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണ് അത്. വളരെ രൂക്ഷമായ ഒരു പ്രതികരണമാണ്. ബിസിനസ്സുകാർ